ചിക്കു ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മിൽക്ക് ഷേക്ക് ആണ്. ചിക്കു ഷേക്ക്. സപ്പോർട്ട ഇല്ലേ, അതുകൊണ്ടുള്ള ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ നല്ല ചൂടല്ലേ, അപ്പൊ ഈ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ്. ഇപ്പൊ സപ്പോർട്ടൊക്കെ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല. ഇപ്പൊ എനിക്കും അമ്മയ്ക്കും ഒന്നും സപ്പോർട്ടയുടെ ടേസ്റ്റ് സ്മെല്ലും അത്ര ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക് ആണെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ കുടിക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ഇല്ലാത്തപ്പോ അമ്മ ഉണ്ടാക്കി നല്ല ടേസ്റ്റി ആയിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ അമ്മ അവിടെ ഷേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചിക്കു ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ചിക്കു ആണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ സപ്പോട്ടയില്ലേ, ഒരുപാട് വലുതൊന്നുമല്ല, ഒരു ചെറിയ 2 സപ്പോട്ടയാണ്. ഇതിപ്പോൾ നമ്മൾ 1/2 ലിറ്റർ പാൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ പാലിന് ഈ 2 എണ്ണം മാത്രം മതി. ഇതിൽ കൂടുതൽ ഇടുക ചെയ്യരുത്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഒരുപാട് വലുതൊന്നുമല്ല, ഒരു മീഡിയം സൈസ് വലുപ്പമാണ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കുരു ഉണ്ട്, നമുക്ക് ആ കുരു അങ്ങ് മാറ്റിക്കളയാം. അതിൻ്റെ കൂടെ ആ നടുവിലൊരു കട്ടിയുള്ള ഒരു പോർഷൻ ഉണ്ടാവും, അതും അതിൻ്റെ കൂടെ തന്നെ അങ്ങ് പോട്ടെ. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് പതുക്കെ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തങ്ങ് എടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കു നമ്മൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് പഴുത്ത ചിക്കു വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണെങ്കിലും ഇപ്പോൾ വീട്ടിലുള്ളതൊക്കെ ആണെങ്കിലും പഴുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് 2-3 ദിവസം അവിടെ വെക്കുമ്പോഴത്തേക്കും പഴുത്തോളും. എന്നിട്ട് പഴുത്ത നന്നായിട്ട് ഞെങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ചിക്കു ഷേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കാവുള്ളൂ. ഇതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു ചിക്കു ഷേക്കിന്റെ ടേസ്റ്റേ അങ്ങ് മാറിപ്പോകും, ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിപ്പോവും. എന്നാൽ അതേ സമയത്ത് കറക്റ്റ് അളവിനെടുക്കുകയാണെങ്കിൽ അമേസിങ് ടേസ്റ്റാണ്. അതുപോലെ തന്നെ അടുത്ത പീസും എടുക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ മുറിക്കുന്ന സമയത്തൊന്നും എനിക്കിതിൻ്റെ സ്മെല്ലൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ. ചിക്കുവിനും ഇഷ്ടമല്ല, എനിക്കും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലും ഇഷ്ടമല്ല. പക്ഷേ ഇതിൻ്റെ ഷേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അത് ഉണ്ടാക്കിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്, 2 എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് ഈ മിക്സിയുടെ ജാറിൽ തന്നെ കേട്ടോ അരയ്ക്കുന്നത്. അപ്പോൾ അരയ്ക്കുന്ന ജാറിൽ തന്നെ ആദ്യമായിട്ടൊന്ന് അടിച്ച് കഴിയുമ്പോൾ അതങ്ങ് പൊടിഞ്ഞു വരും. മിക്സിയുടെ ജാറിൽ വെള്ളം ഉണ്ടാവരുത് കേട്ടോ. വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുകയില്ല. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് സ്കൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കു ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാക്കറ്റ് പാൽ എടുക്കുകയാണ്. ഫ്രോസൺ പാലാണ് കേട്ടോ, ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതാണ്. അപ്പോൾ തണുത്ത ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഉടനെ ഉടയ്ക്കാൻ നമുക്ക് പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് സമയം ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് പുറത്ത് വെക്കുമ്പോഴത്തേക്കും അതങ്ങ് അതിൻ്റെ ആ ഒരു കട്ടി അങ്ങ് കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചപ്പാത്തി കോലുകൊണ്ട് ഉടച്ചിങ്ങെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കട്ടകളൊക്കെ ഉടഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. നല്ല കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആ പാലങ്ങ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടങ്ങ് ഇളക്കി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് ബൂസ്റ്റാണ് കേട്ടോ. 5 രൂപയുടെ ഒക്കെ പാക്കറ്റ് ബൂസ്റ്റൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇത് തന്നെ മുഴുവനും വേണ്ട, ഇതിൽ നിന്ന് 2 ടീസ്പൂൺ മാത്രം ബൂസ്റ്റ് മതി. അത് മാത്രം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു സംഭവം ഇടാൻ മറന്നുപോയി, ഒരു തരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പം ഞാൻ സാധാരണ ഇടാറുണ്ട്, ഇപ്പോൾ ഇടാൻ മറന്നുപോയി. ആദ്യം തന്നെ ചേർത്തിരുന്നാൽ മതി. അതും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ എന്തെങ്കിലും ഡെക്കറേഷൻ വേണമെങ്കിൽ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി വേണമെങ്കിൽ മുകളിലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ചിക്കു ഇവിടെ കുടിക്കാനായിട്ട് റെഡി ആയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് നിന്നെ സ്പൂൺ നിന്നെ ടേസ്റ്റ് പറയാനാണ് വെച്ചത് നിർത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ശരിക്കും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കുവിനോട് ടേസ്റ്റ് പറയാനൊന്നും സമയമില്ല കേട്ടോ, ഭയങ്കര ബിസിയാണ്. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമല്ലേ, പെട്ടെന്ന് കഴിഞ്ഞില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.